ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയാണ് കേട്ടോ. ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്, എവിടെന്നോ വന്നതാണ്. ഇപ്പം ഞാനപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവൻ ഞങ്ങളുമായിട്ട് അങ്ങ് അടുത്ത് ഇപ്പം എപ്പോഴും കളിയെ ഫുഡ് കഴിപ്പേ കളി. ആദ്യം വലിയ ബോൾ കൊടുത്ത് അതെല്ലാം ഇട്ട് തട്ടിക്കളിക്കായിരുന്നു. ഇവൻ്റെ കളി കണ്ടുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ടെൻഷനെല്ലാം മാറി ഇവൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇവൻ്റെ ഈ കളിയും ചാട്ടവും കഴിക്കുന്നതും എല്ലാം കണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിനാണെങ്കിൽ നല്ലൊരു ഒത്തിരി ഹാപ്പിയാവും നമ്മളങ്ങ്. അതുപോലെ നല്ലൊരു രസമാണ്. അതുകൊണ്ട് പൂച്ച ഇഷ്ടമുള്ളവരൊക്കെ പൂച്ച വളർത്തണം. എനിക്ക് വളർത്താനുള്ള സൗകര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഇവനകത്തൊന്നും കയറി വരത്തില്ല. ഇവൻ വെളിയിലുള്ള പരിപാടിയാണ്. രാത്രിയിൽ എന്നിട്ട് എവിടെയോ ഇവനങ്ങ് പോകും. പകൽ രാവിലെ ഇങ്ങ് വരും. രാവിലെ തുറക്കുമ്പോഴേ വാതിക്കെ കാർപ്പറ്റയിലിരിക്കും. വരുന്ന ഉടനെ ഞാനിവന് പാല് കൊടുക്കും. ആദ്യം ഇവന് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കട്ടൻ കാപ്പി കുടിക്കുന്നത് പോലെ ഇവനൊരു പാല് കുടിയാണ്. അവൻ പാല് കുടിച്ച് കഴിഞ്ഞ് കുറേ നേരം ഇവിടെ കിടന്ന് കളിക്കും. കളിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. ചിക്കനും മീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ബോൾ കിട്ടി. ആ കുഞ്ഞു ബോൾ വിട്ട് ഭയങ്കര കളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കളി. നമ്മൾ പക്ഷേ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ, അവൻ്റെ കൂട്ടത്തിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് കളിക്കും. നല്ല രസമായിട്ട്. കണ്ടില്ലേ അവൻ്റെ ഓട്ടം? എന്നിട്ട് ഒളിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇവൻ വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ. 1 മാസം ആയെങ്കിലും ഇപ്പം ഒരുവിധം ഇവനൊരു ഇത്രയും വലിയൊരു പൂച്ചക്കുഞ്ഞാണല്ലോ. എന്നാലും അവനെ പെട്ടെന്ന് അടുത്ത് ഞങ്ങളിപ്പോൾ അടുത്ത് വന്നിരിക്കുകയും ഞങ്ങളുടെ അടുത്ത് അവനൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ തൊടാനൊരു പേടിയൊക്കെയാണ്. ഒരു പ്രാവശ്യം നെയിലൊന്ന് കൊണ്ടെന്നാലും കടിക്കുക. അവന് സ്നേഹത്തോടെ, പക്ഷേ എന്നാലും ഒരു പേടിയുണ്ട്. നല്ല രസമാണ്. മുഖം കണ്ടില്ലേ? നല്ല ക്യൂട്ട് ബേബി. പിന്നെ എന്തൊരു കളിയാ. ഇവന് ഞങ്ങളൊരു പേരും ഇട്ട്. ഇവൻ്റെ പേരാണ് അപ്പു. ഞങ്ങൾ അപ്പുകുട്ട, അപ്പു എന്നൊക്കെയാണ് ഇവനെ വിളിക്കുന്നത്. ഇവനിപ്പം പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം അവനറിയാം. ഞാനാണെങ്കിൽ രാവിലെ ഗേറ്റ് തുറക്കാൻ പോകുന്നുണ്ട് എൻ്റെ പുറകെ വരും. വാതിക്കെ കിടക്കും എന്ന് പറഞ്ഞില്ലേ, എൻ്റെ പുറകെ വന്നിട്ട് അവിടെ വന്ന് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ വന്ന് ഇതിപ്പോൾ പാല് കൊടുത്തിയാണ്. പാല് കണ്ടോ? പാല് കുടിച്ചുകൊണ്ടിരിക്കുക. പാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന് മുട്ടയോട് പക്ഷെ അത്രയും ഒരു ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. മുട്ട കൊടുത്തിട്ട് അവൻ അങ്ങനെ കഴിച്ചില്ല. പാല്, ചോറ്, ചപ്പാത്തി ഒരു പ്രാവശ്യം ഒരു ശകലം കഴിച്ചു. ചപ്പാത്തിയും കഴിക്കുവൻ. ചപ്പാത്തി ഇഷ്ടമാണ്. പക്ഷെ അവന് ചോറും മീനും അല്ലേ, ചോറും ചിക്കനും ഒക്കെയാണ് ഒത്തിരി ഇഷ്ടം. കണ്ടില്ലേ? അപ്പൂസ് കിട്ട പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൂസ് ഇതുണ്ടല്ലോ, ഇത് ഞാനാണെങ്കിൽ ഇവനെ ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നു. ഇവൻ താഴെ അപ്പിയിട്ട്. അപ്പം ഞാനിവനെ വഴക്ക് പറഞ്ഞിട്ട് ഇവിടെ എങ്ങും ചെയ്യരുത്, മേളിൽ ടെറസിൽ പൊയ്ക്കോണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവനത് മനസ്സിലായി കേട്ടോ. ഇവനെ പിന്നെ കണ്ടില്ല. ഇവനെ കാണാഞ്ഞപ്പം ഞാൻ ഇവനെ തിരക്കി ടെറസിൽ വന്ന് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവൻ വരുന്നു. അവൻ കണ്ടില്ലേ? അവിടെ വന്നിട്ട് പിന്നെ അവൻ അവിടെ പോയിട്ട് വന്നെയായിരുന്നു. ഞാനിവനെ കണ്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അവന് അവിടെ എഴുതുന്നുണ്ട്. ഇപ്പോൾ ടെറസിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം വീഴുന്നുണ്ട്. ആ വെള്ളം വീഴുന്ന എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ഇവൻ്റെ പോക്ക്. അവിടെ പോയി ഇങ്ങനെ കണ്ടില്ലേ? അവിടെ ഇരിക്കുക. ശബ്ദം ഇങ്ങനെ ഓരോരോ ഡ്രോപ്സായിട്ട് വെള്ളം വീഴുന്ന, ഡ്രോപ്സ് അല്ല, കുറച്ച് ടാങ്ക് നിറഞ്ഞ് വീണ ശബ്ദം. അന്നേരം ലാസ്റ്റിൽ കുറച്ചായിട്ടുള്ളത്. അന്നേരം അത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പം കണ്ടില്ല? ഇപ്പം അതല്ലാതെ എന്തുവിനെയോ കണ്ടിങ്ങനെ ചുമ്മാതെ ചാടിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അവൻ അതിൻ്റെ അടുത്തോട്ട് പോകും. കണ്ടില്ലേ? നമുക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പൂച്ചക്കുഞ്ഞ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ.
കഴിഞ്ഞ ദിവസം ഒരു പാറ്റയുടെ ഒരു കുഞ്ഞു ബേബി പാറ്റ കുഞ്ഞിനെ കണ്ടിട്ട് അതിനെ തട്ടി തറയിലിട്ട് പിന്നെ കൊല്ലത്തില്ല, അടിച്ചവിടിട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് നോക്കും. പിന്നെ ഇവൻ ഇനിയും വരുവാ, വന്നിട്ട് ഇനി അവൻ പോയി നോക്കും എവിടുന്ന വെള്ളം വീഴുന്നതെന്ന് അവൻ മനസ്സിലാക്കിയിട്ട് ഞാനാണെങ്കിൽ അതുപോലെ ടെറസിൽ വരുവാണെങ്കിൽ എൻ്റെ കൂടെ കയറി വന്നിട്ട് അവിടെ കിടക്കും, കുറേ നേരം അവിടെ കിടക്കും ഇങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോകുമ്പോൾ അവൻ എൻ്റെ കൂട്ടത്തി വരും. കണ്ടില്ലേ, അവൻ അവിടുന്ന് വെള്ളം വീണത് അവിടെ പോയി അവൻ കണ്ടുപിടിച്ചത്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ കുട്ടൻ അപ്പൂസ്. കണ്ടില്ലേ അവൻ്റെ കിടപ്പ് കണ്ടോ, നല്ല ക്യൂട്ടല്ലേ. നിങ്ങൾ പൂച്ചക്കുഞ്ഞിനെയൊക്കെ വളർത്തണം. പിന്നെ ഈ വീഡിയോ കണ്ടതിൽ